പൂർണ്ണ പരാജിതരായി രണ്ടാം പിണറായി സർക്കാർ പടിയിറങ്ങാൻ നിൽക്കുമ്പോൾ കാട്ടിക്കൂട്ടുന്ന വിഡ്ഢിത്തരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട് ആടിയുലയുന്ന സർക്കാർ ഒരു നല്ല പദ്ധതിയും അടുത്ത കാലത്തൊന്നും നടപ്പിലാക്കിയിട്ടുമില്ല. എന്നാൽ ഇന്നലെ മുതൽ സംസ്ഥാനത്ത് അലയടിക്കുന്ന ഒരു വാർത്തയുണ്ട്. സർക്കാർ പുതുതായി ഒരു മദ്യം തുടങ്ങുന്നു. അതിനു പറ്റിയ ഒരു പേര് കേരളത്തിലെ ജനങ്ങൾ തന്നെ നിർദ്ദേശിക്കണം. ഇതൊരു മദ്യ പരസ്യമാണ് സർക്കാർ ഉദ്ദേശിച്ചത്. നല്ല പേരിന് 10,000 രൂപ സർക്കാർ സമ്മാനം നൽകുകയാണ്. എത്ര ആഭാസത്തരമാണ് ഈ പരിപാടി എന്ന് ആലോചിക്കണം. മദ്യവർജനമാണ് ലക്ഷ്യമെന്നും പൂട്ടിയ ബാറുകൾ തുറക്കില്ലെന്നും പറഞ്ഞ് അധികാരത്തിൽ വന്നവർ നുണ പറയുന്നവരെ തിരിച്ചറിയണമെന്ന് പരസ്യം നൽകി അധികാരത്തിലെത്തിയ ഒരു സർക്കാർ ഇവിടെ മദ്യം ഇങ്ങനെ സാർവത്രികമാക്കുകയാണ്. കുട്ടികളെല്ലാം ഇന്നലെ മുതൽ മദ്യത്തിന് പേരിടാനുള്ള ഉത്സാഹത്തിലാണ്, നെട്ടോട്ടത്തിലാണ്. അങ്ങനെ ഇളം മനസ്സുകളെ വരെ മദ്യത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ഈ സർക്കാർ. ഇതോടെ ജനമിളകി തുടങ്ങി എന്ന് തന്നെ പറയാം. പാലക്കാട്ടെ മലബാർ ഡിസ്റ്റിലറിയിൽ നിന്നും പുറത്തിറക്കുന്ന ബ്രാൻഡിക്ക് ഉചിതമായ പേരും ലോഗോയും ക്ഷണിച്ചുള്ള സർക്കാർ പരസ്യത്തിനെതിരെ ആദ്യം തന്നെ രംഗത്ത് വന്നത് ക്രൈസ്തവ സഭയാണ്. പേര് ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം പിൻവലിച്ച് മന്ത്രി എം വി രാജേഷ് മാപ്പ് പറയണമെന്നാണ് KCBCയുടെ ആവശ്യം. പൊതുജനങ്ങൾക്ക് പാരിതോഷികം നൽകി നടത്തുന്ന മത്സരം നഗ്നമായ അബ്കാരി ചട്ടലംഘനമാണെന്നും ബെഫ്കോ നടത്തിയത് സരോഗേറ്റ് അഡ്വർടൈസ്മെന്റ് ആണെന്നും KCBC തുറന്നടിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരസ്യം കുട്ടികൾക്ക് പോലും തെറ്റായ സന്ദേശം നൽകുമെന്നാണ് അവർ പറയുന്നത്. മദ്യത്തിന് പരസ്യം പാടില്ല എന്നിരിക്കെ നിയമവ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണെന്നും നടപടി പിൻവലിക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്നും ക്രൈസ്തവ സഭ അറിയിച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായി മദ്യവർജനം എന്ന പച്ചക്കള്ളം പറഞ്ഞ് നടക്കുന്ന പിണറായി സർക്കാർ പുതുവർഷം കൊഴുപ്പിക്കാൻ വേണ്ടി ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചിട്ടാണ് മാതൃക കാട്ടിയിരിക്കുന്നത്. ഇത് മറ്റൊന്നിനുമല്ല, അബ്കാരി പ്രീണന സമീപനം സ്വീകരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഫണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പിണറായി സർക്കാർ വന്നാൽ മാത്രമേ ഇവിടെ മദ്യമാഫിയകൾക്ക് രക്ഷയുള്ളൂ എന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി പണമൊഴുക്കാൻ മദ്യമാഫികളും ബാറുടമകളും തയ്യാറായി നിൽക്കുന്നു. പക്ഷേ മാരക ലഹരികളുടെയും മദ്യത്തിൻ്റെയും ദുരിതവും ദുരന്തവും പേറുന്ന അമ്മ സഹോദരിമാരുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ എന്ന പ്രഖ്യാപനം ക്രൈസ്തവ സഭ നടത്തിയതോടെ സർക്കാരിന് ഇത് വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും പിണറായി സർക്കാർ മദ്യ സർക്കാർ എന്ന പേര് കൂടി സമ്പാദിച്ചിരിക്കുകയാണ്.